ഹായ്, വെൽക്കം ബാക്ക്. 30 ഡേയ്സ് മൈൻഡ് പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് വളരെ രസകരമായിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു പക്ഷേ ഇതെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ലെവലിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിൽ ഒരു കാര്യവുമില്ല. ഈ അറിയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റേഷനിൽ വരുമ്പോൾ മാത്രമാണ് റിസൾട്ട് കിട്ടുക. അപ്പൊ ഇത് ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മളെ പോസിറ്റിവിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ദ ബെസ്റ്റിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രോഗ്രാമിംഗ് ടൂൾ കൊണ്ട് മാത്രം ലൈഫിലേക്ക് അബൻഡൻസ് കൊണ്ടുവരാൻ സാധിക്കും. ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ദിവസവും ലൈഫ് കൂടുതൽ ന്യൂനെസ് ഫീൽ ചെയ്യും. ഓരോ നിമിഷവും നമ്മൾ കാണുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പുതുമ നമുക്ക് ദർശിക്കാൻ കഴിയും. എല്ലാം ആദ്യമായി കാഴ്ചശക്തി കിട്ടിയ ഒരു കുട്ടി ലോകത്തെ കാണുന്ന ശബളമായ ലോകത്തെ കാണുന്ന ആ ഒരു മിഴിവോടെ, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി, ആ ആനന്ദത്തോടുകൂടി ഓരോ മൊമെന്റും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് അറിഞ്ഞാൽ മാത്രം പോലെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയണം. എന്താണെന്ന് നോക്കാം. ഈ ടെക്നിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. ഇറ്റ്സ് എൻ അപ്രീസിയേഷൻ ആൻഡ് അക്നോളജ്മെന്റ്. നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിനെ നന്ദിയോടെ സ്മരിക്കുക, അല്ലെങ്കിൽ നന്ദി മനസ്സിൽ ഹൃദയം കൊണ്ട് അറിയുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരിലും രണ്ട് സെൽഫുണ്ട്. ആ രണ്ട് സെൽഫുകളും പ്രവർത്തിക്കുന്ന രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോവർ സെൽഫ്, നമ്മൾ ലോവർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ലോവർ ഐഡന്റിറ്റി, എല്ലാവരിലും ഹയർ ഐഡന്റിറ്റിയും ലോവർ ഐഡന്റിറ്റിയും ഉണ്ട്. മെജോറിറ്റിയിലും പ്രവർത്തിക്കുന്ന ലോവർ ഐഡന്റിറ്റിയാണ്. ഈ ലോവർ ഐഡന്റിറ്റിയിലുള്ളവര്, അല്ലെങ്കിൽ ആ ഒരു മോഡിലാണ് നമ്മളെങ്കിൽ, നമ്മൾ എല്ലായിടത്തും പ്രതിസന്ധികളാണ് കാണുന്നത്. നമ്മൾ തടസ്സങ്ങളായിരിക്കും കാണുക, നമുക്ക് ക്ഷീണമായിരിക്കും ഉണ്ടാവുക, ലേസിനെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്പാർക്കൊന്നും ഉള്ളിലുണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾക്ക് പരാതികളായിരിക്കും പറയുക, ജഡ്ജ് ചെയ്യാൻ നമുക്ക് തോന്നും. എല്ലായിടത്തും ഒരു കോംപ്ലക്സിറ്റിയാണ് വരുന്നത്. ജീവിതം ഒരു കോംപ്ലക്സ് ലെവലിലേക്ക് പോകും. എൻഡ് ഓഫ് ദ ഡേ ഒന്നും നേടാനാകാതെ, ഒന്നുമാകാതെ, നമ്മൾ എല്ലാത്തിലും തടസ്സങ്ങൾ മാത്രം കണ്ട് ഒരു ടോട്ടൽ സ്റ്റക്നെസ്സിലേക്ക് പോകും. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഹയർ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഹയർ ഐഡന്റിറ്റി എന്ന് നമ്മുടെ തന്നെ സെൽഫാണ്, നമ്മുടെ ഒരു പ്യുവർ സെൽഫാണ്. മറ്റേതൊരു ടെമ്പററി സെൽഫാണ്. നമ്മൾ എല്ലാവരും രണ്ട് സെൽഫുണ്ട്, രണ്ട് ഐഡന്റിറ്റി ഉണ്ട്. ഹയർ ഐഡന്റിറ്റി ആൻഡ് ലോവർ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഹയർ സെൽഫ് ആൻഡ് ലോവർ സെൽഫ്. നമ്മുടെ പ്യുവർ കോർ എന്ന് പറയുന്നത് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള, നമ്മൾ അതായത് നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, 100% പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട്. ആ ഐഡന്റിറ്റിയിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ജീവിതം കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ആ ഐഡന്റിറ്റി നിൽക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനാണ് ഒരു ഗ്രേറ്റ്ഫുൾ പേഴ്സണായി മാറുക. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ സെയിം ടൈം വെരി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ്ഫുൾ ആവുക. ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് എബൻഡൻസിന്റെ വാതിൽ ഓപ്പൺ ചെയ്ത് തരും നമുക്ക്. നമ്മളുടെ ലോവർ ഐഡന്റിറ്റിയിലുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കില്ലായ്മകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിന്റെ ഒരു ഉടമയെ മാറും. എനിക്കതില്ലല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടാത്തത് എന്തൊക്കെയാണോ 1 by 1 ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ നമ്മൾ ഹയർ ഐഡന്റിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ അക്നോളജ് ചെയ്ത് ആ ഒരു ഉള്ള കാര്യങ്ങളെ വീണ്ടും നമ്മൾ ആ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മൈൻഡ് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു കോൺഫിഡന്റ് പേഴ്സൺ ആവും. നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും, നമ്മൾ കൂടുതൽ ജോയ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള കാരണം നമ്മളെ വൈബ്രേഷൻ ഹൈ ആണ്. നമ്മൾ ഹയർ വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്രീക്വൻസി ഉയരണമെങ്കിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ ടെക്നിക്. മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിലും, മൈൻഡ് ഏറ്റവും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിലും, നമ്മുടെ ലൈഫിലേക്ക് വേണ്ടതെല്ലാം നമുക്ക് നേടിയെടുക്കുന്നതിൽ, നമ്മളെ ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ല കരിയർ, നല്ല ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലുള്ള സക്സസ്,
നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് എല്ലായിടത്തും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ പവർഫുൾ ടെക്നിക്കാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന പല രീതികളുണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാ നിമിഷവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 90 ഡേയ്സ് കൂടെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറും. നമ്മൾ മോർണിംഗിൽ എഴുന്നേറ്റ് നമ്മുടെ ആദ്യത്തെ ഫുഡ് സ്റ്റെപ്പ് നിലത്ത് വെക്കുന്ന നിമിഷം താങ്ക് യു പറഞ്ഞു വെക്കുന്നത് മുതൽ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങാൻ പോകുന്ന സമയം വരെ ഓരോ മൊമെന്റിലും ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാൻ അധിക സമയം വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഒരു മെത്തേഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മളിപ്പം മോർണിംഗിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തലേ ദിവസം ഉണ്ടായ ഒരു 10 നല്ല മൊമെന്റ്സ്, 10 നല്ല ഇവന്റ്സ്, 10 നല്ല സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എടുത്ത് അതിൽ വന്ന വ്യക്തികൾക്കും ആ സിറ്റുവേഷൻ ലഭിച്ചതിനുമൊക്കെ നമുക്ക് അക്നോളജ് ചെയ്തുകൊണ്ട് എഴുതി വെക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ് കോഫി മഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ രാവിലെ എല്ലാവരും എന്തായാലും നമ്മൾ ടീ ഓർ കോഫി കഴിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കോഫിയാണോ ടീ ആണോ കഴിക്കുമ്പോൾ ആ കപ്പ് എടുത്ത് വെച്ചിട്ട് അത് കുടിച്ച് തീരുന്നത് വരെ നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായത് നല്ല മൊമെന്റ്സ് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ എടുത്തിട്ട് അന്നുണ്ടായ നല്ല കാര്യങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന നല്ല കാര്യങ്ങൾ എടുക്കാം. നമ്മുടെ ലൈഫിൽ വന്നുപോയ വ്യക്തികളെ നല്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് ആഗ്രഹിക്കുന്ന 5 മെന്റേഴ്സിനെ എടുക്കാം, 5 ഫ്രണ്ട്സിനെ എടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഈ കോഫി തീരുന്നത് വരെ നമുക്ക് മനസ്സിൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് സോങ് ഉണ്ടാക്കാം, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ഏത് മേഖല നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കില്ലുകൾ, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ടീച്ചേഴ്സ്, മെന്റേഴ്സ്, പാരൻസ്, അങ്ങനെ നോക്കിയാൽ ഈ ജന്മം എഴുതി തീർത്താൽ തീരാത്തത്ര ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഓരോരുത്തരും പറയേണ്ടതുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മെൻ്റൽ വെൽബീയിങ്, വെൽനെസ്, ഹെൽത്തിലാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഈവൻ നമ്മുടെ കാർഡിയക് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ഒരു റിസർച്ച്, അമേരിക്കയിൽ നടത്തിയ ഒരു റിസർച്ച് പറയുന്നത്, ഒരു റിസർച്ചിൽ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് 4 മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളവരുടെ ഹാർട്ട് ബീറ്റും ഒരു റീസൺമെൻ്റ് ഉള്ള ഒരു ഇൻസിഡൻറ്റ് ഓർത്ത സമയത്ത് 4 മിനിറ്റ്സ് തന്നെയാണ്. അതും ആ സമയത്ത് അവരുടെ ഹാർട്ട് ബീറ്റ്സും വളരെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ബ്രെയിൻ പോസിറ്റീവ് സ്റ്റിമുലൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കും, കൂടുതൽ കാലം ജീവിക്കാൻ കഴിയും. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ കഴിയും. നമ്മൾക്ക് കാണുന്നവരിലൊക്കെ നമുക്ക് ആ സന്തോഷം റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കരിഷ്മ കൂടും, നമ്മുടെ ഫ്രീക്വൻസി കൂടും, നമ്മുടെ വൈബ്രേഷൻ കൂടും. എല്ലാ അർത്ഥത്തിലും ഏറ്റവും മനോഹരമായ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊരിക്കലും ഗിവപ്പ് ചെയ്യരുത്. എല്ലാവരും ഗ്രേറ്റ്ഫുൾ ആയിരുന്ന വ്യക്തികളായി മാറട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർ, ഇതിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്നവർ, ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.